as we are moving on to a fresh year, our 12th year for the history of Emmanuel Assembly of God, ദൈവം തന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന ഒരു ആലോചന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഗോ ആൻഡ് കോൺകർ, പോയി കീഴടക്കുക. ഇതാണ് ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഗോ ആൻഡ് കോൺകർ. അതിന് ആധാരമായിട്ട് നമുക്കറിയാം, ജെറീക്കോയിൽ നിന്ന് തുടങ്ങി കാൽവരിയിൽ നമുക്ക് ചെന്നെത്തിക്കാം എന്ന് ചിന്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആധാരമായി യോശുവ 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ജോഷുവ 6:1-2. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയൊന്നുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, യെരിഹോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കുണ്ടായിരുന്നതിനേക്കാൾ അത്യധികം അന്ന് കനാൻ ദേശത്തിൽ പ്രവേശിച്ച ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ യോർദാൻ കടന്ന് അവർ കനാൻ ദേശത്തേക്ക് പോകുന്നതിന് അരികെ എത്തിയിരിക്കുന്നു. ആ സമയത്ത് അവരുടെ മുന്നിൽ യെരിഹോ പട്ടണത്തിൻ്റെ മതിൽ അത് ചുറ്റും കിടക്കുന്നു. ആദ്യത്തെ പട്ടണമാണ് അവർ എൻ്റർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ വലിയ ഒരു തടസ്സമാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് അതിലൂടെ കാണാം. നമ്മൾ ആദ്യമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 1-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. സ്തോത്രം. ആ ഇസ്രായേൽ മക്കൾ അവിടെ വരുന്നു എന്നുള്ള വാർത്ത യെരിഹോ ആളുകൾക്ക് ലഭിച്ചിരുന്നത് കൊണ്ട് അവർ അതിനെ വളരെ ഭദ്രമായിട്ട് അവർ അടച്ചു പൂട്ടിയിരുന്നു. ആരും അങ്ങോട്ട് കടന്നുമില്ല, ആരും ഇങ്ങോട്ട് പ്രവേശിച്ചതുമില്ല എന്ന് അവിടെ പറയുന്നു. ഇനി അവിടെയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത വാക്യം, 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ രാജാവുണ്ട്, യുദ്ധവീരന്മാരുണ്ട്. എന്നാൽ എല്ലാവരെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേ ഹാവ് കിങ്സ് ആൻഡ് മൈറ്റി മെൻ ഓഫ് വാലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ദൈവം പറയുകയാണ്, എന്നാൽ ഞാൻ അവരെ രാജാവിനോടും അതുപോലെ തന്നെ ആ പരാക്രമശാലികളായ യുദ്ധവീരന്മാരെയും ഒക്കെ യെരിഹോ പട്ടണത്തോടുകൂടെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സംഭവിച്ചിട്ടില്ല, പക്ഷെ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന പോലെയാണ്, അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്കതിൻ്റെ പശ്ചാത്തലം ഒന്ന് പെട്ടെന്ന് എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുവാൻ കഴിയും. തുടർന്ന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങളിൽ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണ മതിൽ വീഴും, ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. അവിടെ ആദ്യം പറഞ്ഞു, ആ പട്ടണത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധവീരന്മാരും അതുപോലെ തന്നെ രാജാവുമൊക്കെയുള്ള പട്ടണത്തെ കീഴടക്കാൻ പോവുകയാണ്. അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അടുത്തത് നമുക്ക് വായിക്കാം, അതിൻ്റെ 9-10 വാക്യങ്ങൾ. ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിൻ്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. യോശുവ ജനത്തോട്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയും അരുത്. അതിൻ്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. അതിൻ്റെ 16 തുടർന്ന് 20 വായിച്ചാട്ടെ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ
യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ഈ പട്ടണം പിടിച്ചെടുത്ത വിധം നമുക്കിപ്പോൾ ഏറെക്കുറെ മനസ്സിലായി. അവിടെ യുദ്ധവീരന്മാരുണ്ട്, രാജാവുണ്ട്, അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന ഒരു പട്ടണമാണ്. പക്ഷേ അതിനെ കൈക്കലാക്കുവാൻ തക്കവണ്ണം ദൈവം പറഞ്ഞു കൊടുത്ത മെത്തേഡ് വളരെ വിചിത്രമാണ്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർ ഒരു പ്രയാസവും കൂടാതെ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ആ വലിയ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും. അത് കഴിഞ്ഞു എന്ന് 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടണം നിങ്ങളുടേതാണ്. ഒരു ഭാഗത്ത് അവിടെ യുദ്ധവീരന്മാരുണ്ട്, രാജാവുണ്ട്, ഉറപ്പുള്ള പട്ടണമാണ്, വലിയ മതിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന ഒരു വാഗ്ദത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതാണ്. ഹല്ലേലൂയ. അത് ലഭിക്കുന്നത് വരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വാട്ട് എവർ ഹാസ് ബീൻ ആസ്ക്ഡ് us to do, we just obey. That is what we need to do. The fortified city is ours. That is the promise from God. ദൈവം നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. But if God has promised, though it seems to be very difficult, impossible, we can trust God because we believe in a God who makes impossible possible. Amen. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്: എത്ര അസാധ്യമെന്ന് തോന്നിയാലും ദൈവം വാഗ്ദത്തം ചെയ്തതാണെങ്കിലും, though it seems to be so slim, the chances are very slim, but if God has promised, it is ours. Hallelujah. Other points that we need to learn, we need to apply in our life. Just have faith in God. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. അവർ എങ്ങനെയാണ് ആ പട്ടണം പിടിച്ചെടുത്തത്? അവർ പരാക്രമശാലികളായി, അല്ലേ? വളരെയധികം യുദ്ധം ചെയ്തും കുതിര കൊണ്ടും അല്ലെങ്കിൽ ആൾപ്പട കൊണ്ടുമൊക്കെയാണോ? അല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:30 പറഞ്ഞിട്ടുണ്ട് അവർ എങ്ങനെയാണ് ആ യെരിഹോ പട്ടണം പിടിച്ചെടുത്തത് എന്ന്. വായിച്ചാട്ടെ. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അവർ 7 ദിവസം ആ യെരിഹോ മതിൽ ചുറ്റി നടന്നപ്പോൾ ആ മതിൽ ഇടിഞ്ഞ് വീണു. എന്താണ് അവർ ചെയ്തത്? വിശ്വാസത്താൽ അവർ ചുറ്റി നടന്നു. ദൈവം പറഞ്ഞത് അവരോട് അതാണ്. നമ്മൾ കഴിഞ്ഞ വായിച്ച വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ്. എന്താണ്? അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രമമായി നിങ്ങൾ അതിനെ വലയം വെക്കണം, എത്ര പ്രാവശ്യം വേണം, എങ്ങനെ വേണം, ഇതൊക്കെ ദൈവം ഭംഗിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. വിശ്വസിക്കുക. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, എബ്രായർ എഴുത്തുകാരൻ പറയുന്നു, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞു 2-ാം വാക്യത്തിൽ, അത് ആ രാജാക്കന്മാരും യുദ്ധവീരന്മാരുമുള്ള പട്ടണം നിനക്ക് തന്നിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ അവൻ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് നമ്മൾ ചെയ്യുക. രണ്ടാമത്, സ്തോത്രം, അവൻ പറഞ്ഞത് ചെയ്യുക. ഒബീഡിയൻസ്. ആദ്യം നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് ലഭിക്കും. 2, അത് ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനായിട്ട് എൻ്റെ ദൈവം എന്താണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ആ പട്ടണം നിനക്ക് തന്നിരിക്കുന്നു, എന്നാൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. Then what shall I do? ഞാൻ എന്ത് ചെയ്യണം? What shall I do? That I must conquer them. Obedience. അവർ പറഞ്ഞിരിക്കുന്നു എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കമായി പറഞ്ഞാൽ 7 ദിവസം ആ മതിലിനെ ചുറ്റി നടക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ദൈവമുണ്ടെങ്കിൽ എന്തിന് അത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല? എന്തിന് ഇത്?
ഒരു വലിയ മതിലിന് മുൻപിൽ വന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ആ മതിലിനെ 7 ദിവസം ചുറ്റി വലയം വയ്ക്കണം, മാർച്ച് ചെയ്യണം. എന്നിട്ട് പറയും അത് അങ്ങനെ പോരാ, എങ്ങനെ വേണം? ആദ്യത്തെ 6 ദിവസം ഒരു പ്രാവശ്യം, ഫസ്റ്റ് 6 days യു നീഡ് ടു മാർച്ച് ഓൺലി 1 time. ഹല്ലേലൂയ. നമ്മളൊക്കെ ക്യാമ്പിന് പോയ മാതിരി ആദ്യത്തെ ദിവസം കൂടുതൽ പരിപാടികളൊന്നുമില്ല അല്ലേ, രണ്ടാമത്തെ ദിവസം അങ്ങനെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഒരു കാര്യം തികച്ചും വ്യത്യസ്തമാണ്, നമ്മൾ ചെയ്ത മാതിരിയല്ല. ദൈവം പറയുന്നത് the first 6 days you just march 1 time around the wall. You just need to follow. Hallelujah. Then the 7th day you compensate. You do 7 times. Why 7 times? Why only 7th day? We do not know. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നു നിനക്ക് ഇതുണ്ട് അതുകൊണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ അവൻ എന്ത് പറയുന്നു? യു ജസ്റ്റ് ഒബേ. ഹല്ലേലൂയ. The fortified city is yours, but you need to have faith and you need to just obey. Nothing else. ഹല്ലേലൂയ. മാത്രവുമല്ല എങ്ങനെ വേണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. There is a sequence. You just need to follow. What is the sequence? ആരാണ് ആദ്യം പോകുന്നത്? ആദ്യം പോകുന്നത്, സ്തോത്രം, the armed men. ഹല്ലേലൂയ. ആയുധം ധരിച്ച ആ വീരന്മാർ ആദ്യം മുന്നിൽ പോകണം. അതിന് തൊട്ട് പറഞ്ഞിട്ടുണ്ട് പുരോഹിതന്മാർ, അല്ലേ, കൊമ്പും കുഴലുമായിട്ട് അവർ പുറകിൽ പോകണം. അതിനുശേഷം ദൈവത്തിൻ്റെ പെട്ടകം അവരുടെ പുറകിൽ പോകണം. അതിനുശേഷം ബാക്കിയുള്ള ജനം അവരെ പിൻപറ്റണം. There is a sequence. You just need to obey and follow. That is our God. Hallelujah. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടണം ഇനിയും കിട്ടിയിട്ടില്ല. They have to do this. അവർക്ക് വിശ്വാസത്തിൽ മുന്നേറണം, അവർക്ക് ഒബീഡിയൻസോടുകൂടെ അവിടെ പെരുമാറണം. ഇതെല്ലാം അവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് പട്ടണം നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. അതിനുശേഷം ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഷൗട്ട് ചെയ്യണം. നമുക്ക് കിട്ടിയ ഷൗട്ട് ചെയ്യണോ? എന്നാൽ ഞാൻ ഷൗട്ട് ചെയ്താൽ വീഴുന്നുണ്ടെങ്കിൽ ഞാൻ 1-ാം ദിവസം തൊട്ടങ്ങ് ഷൗട്ടിങ് ആണ് പിന്നെ, അല്ലേ? അല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് the first 6 day, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷൗട്ട് ചെയ്യാൻ പാടുള്ളൂ. വായിച്ചാട്ടെ, ഒന്നും കൂടെ നമ്മൾ വായിച്ചതാണ് 9-10 വാക്യങ്ങൾ. 9-10. ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു. അപ്പോൾ പുരോഹിതന്മാരുടെ മുൻപിൽ ആദ്യം എന്തുണ്ട്? ആയുധം ധരിച്ചവരുണ്ട്, പിന്നീട് പുരോഹിതന്മാരുണ്ട്. അടുത്തത് ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. നമ്മൾ മനസ്സിലാക്കണം, അവർ ഓൾറെഡി കാഹളം ഊതിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ 6 ദിവസവും അവർ ചെയ്യുന്നുണ്ട്, കാഹളം ഊതുന്നുണ്ട്. ഇനി അടുത്ത വാക്യം. യോശുവ ജനത്തോട്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്. അതുവരെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയും ആർപ്പിടണം, അപ്പോൾ മാത്രമേ നിങ്ങൾ ആർപ്പിടാവൂ. എന്തുകൊണ്ടാണ്? നമുക്ക് അറിയത്തില്ല. നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓൾറെഡി അവിടെ കാഹളം ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ആർപ്പിടാൻ വരട്ടെ. വായിച്ചാട്ടെ തുടർന്ന്. ഒച്ച കേൾപ്പിക്കരുത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ ആർപ്പിടുന്ന ഒച്ച കേട്ടാൽ ഈ ജനങ്ങൾ മുഴുവനും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കും. എനിക്കറിയത്തില്ല, കാരണം ഓൾറെഡി അവിടെ കാഹളം ഊതുന്നുണ്ട്, അല്ലേ? പട്ടണത്തിലുള്ളവർക്ക് ഓൾറെഡി കാഹളം ഊതുന്ന ശബ്ദം കേൾക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ ഒച്ച കേൾപ്പിക്കരുത്. പിന്നെ പറ, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടരുത്. വായിൽ, അത് ദൈവത്തിന്റെ ഒരു നിയമമാണ്. വായിൽ നിന്ന് ഒരു വാക്കുപോലും നിങ്ങൾ പുറപ്പെടുവിക്കരുത്. അതിൻ്റെ ശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു. അതിൻ്റെ ശേഷം ആർപ്പിടാം. ദൈവം പറയുമ്പോൾ നിനക്ക് അതിനുള്ള സമയം ദൈവം തരും. വിശ്വാസം, ജസ്റ്റ് ബി ഒബീഡിയൻറ്റ്. അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഇല്ല, എന്തായാലും ആർപ്പിടണം. ഞാൻ നേരത്തെ തന്നെ ഒരു പ്രാക്ടീസൊക്കെ നടത്തി, റിഹേഴ്സലൊക്കെ നടത്തി, അന്നേരം വളരെ ശക്തിയോടുകൂടെ ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്ടമാണ്. But what God wants, it is in your hand. But you need to have the faith and you just need to be obedient. Hallelujah. The city is yours. Amen. Hallelujah. സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 16.
6:16. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. There is a time that you can shout. ആ സമയത്ത് മാത്രം നിങ്ങൾ എന്തു ചെയ്യണം? ഷൗട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് നമുക്കറിയാം അതിൻ്റെ 6:20. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. സ്തോത്രം. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്നു പട്ടണം പിടിച്ചു. സ്തോത്രം. അവർ ആർപ്പിട്ടപ്പോൾ തന്നെയാണ്, അതുവരെ മിണ്ടാതെ ഒരു വാക്കുപോലും പറയരുത് എന്ന് പറഞ്ഞ് അവരെ നിർത്തി. ആ സ്തോത്രം, നീ ഷൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബലമുണ്ട്, അതിൻ്റെ ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ നീ ചെയ്ത് അതുപോലെ നീ അനുസരിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ശബ്ദത്തിൻ്റെ മിടക്കല്ല, മറിച്ച് നമ്മുടെ ദൈവത്തിന് അതിലൂടെ ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഷൗട്ട്. എന്ത് സംഭവിച്ചു? അവിടെ ആ മതിൽ ഇടിഞ്ഞു വീണു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫെയ്ത്ത് വേണം, ഒബീഡിയൻസ് വേണം, മാത്രമല്ല പ്യുവർ ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. അവൻ്റെ പ്രോമിസിലും അവൻ്റെ ശക്തിയിലും നമ്മൾ പൂർണ്ണം. ഞാൻ ഷൗട്ട് ചെയ്താൽ ഈ മതിൽ വീഴുമോ? We all might ask that question. It will fall if God is the one told that. Hallelujah. So we need to, but until then we don't do anything. Let depend on God. Just depend on God. Amen. ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ പറയുന്നത് ചെയ്യുക, അവനിൽ വിശ്വസിക്കുക. അവൻ തീർച്ചയായിട്ടും നമുക്ക് അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകും. നമുക്കറിയാമോ, യോശുവ പറയുന്നുണ്ട്, വായിച്ചാട്ടെ 21-ാം അധ്യായത്തിന്റെ 45. യഹോവ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തത്, വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി. സ്തോത്രം. അവിടെ പറയുകയാണ്, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? All the promises, there fail not aught to any good thing which the Lord had spoken to the house of Israel. All came to pass. Hallelujah. That is our God. If we don't believe, we don't receive. Very simple. If we don't obey, it is not ours. But otherwise, the verse 1 and 2 say, the fortified city where there is king, where there are mighty warriors, is yours. You just need to take it by faith and obedience. Amen. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വിക്ടറി ഈസ് അവേഴ്സ്. സ്തോത്രം. ഈ അവരുടെ അന്നത്തെ ജയം എന്ന് പറയുന്നത്, അല്ലേ, ആ മതിൽ എന്തിനാണ് ദൈവം അവർക്കത് കൊടുത്തത്? തുടർന്ന് അവർ ആ ദേശത്തായിരിക്കുമ്പോൾ, when they are going to be in the promised land, they need to remember this. There may be things come in front of them, but then this is a constant reminder to them that if I just trust in God, if I just obey God, the height of the wall is not a height at all. The enemy is not an enemy at all. I just need to, I saw that where? When the wall was broken. It was a constant reminder to them. The enemy is not too strong. Always they remember, hey, you know what happened? I didn't do anything. The whole power has been given to God. 2 ക്രോണിക്കൽ, നമുക്ക് ആ ഭാഗം ഒന്ന് 2 ക്രോണിക്കൽ 20 അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് മുഴു ശക്തിയും അവന് കൊടുക്കുക. അപ്പോൾ ഇവർക്കൊരു ലെസൺ ആണ്. ആ പ്രോമിസ്ഡ് ലാൻഡ് അത് വെറുതെ കൊടുത്തത് കൊണ്ടായില്ല. അവർ ചിലത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവർ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് പോകുവാൻ. then they can live there. വായിച്ചാട്ടെ 2 ക്രോണിക്കൽസ് 20-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു.
അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥന്യാവിൻ്റെ മകനായ യേലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മകൻ യഹസേലിൻ്റെ എന്ന ലേവിൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആമേൻ. പിന്നീട് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് ദൈവഭയമുള്ളവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമ്പത്തായിരുന്നു അത്. അവർ പറയുകയാണ്, അവിടെ അവർ ചെയ്തത് എന്താണ്? യഹോശാഫാത്ത് കിങ് ചെയ്തത് എന്താണ്? അവർ ദൈവത്തിന് പാടി മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. വിശ്വാസമുള്ളവർ ചെയ്യേണ്ടത് അതാണ്. അവർക്കറിയാം the complete dependency on God. അവർ പറയുന്നു, യുദ്ധം നമ്മുടേത്. ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യുദ്ധം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ഹല്ലേലൂയ. The battle is not yours but God's. നമ്മൾ ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഇല്ലാത്തതും ചിന്തിച്ചുകൊണ്ട് അല്ലേ ഭയങ്കര തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. we are just doing what is not needed and we are tired, we are frustrated. But what we need to do, the battle belongs to the Lord, not you and me. Hallelujah. അതൊരു കോൺസ്റ്റന്റ് റിമൈൻഡർ ആയിരുന്നു അവർക്ക്. അതുകൊണ്ട് തങ്ങളുടെ മുന്നിൽ വന്ന ഏതിനെയും വിശ്വാസത്തോടെ എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞു. Now, being New Testament believers, we have come to another place. Let us move from Jericho to another place, that is Calvary. Hallelujah. Let us look to Calvary. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, not a wall was broken, but a body was broken for us. Hallelujah. A body was broken for us. ഇവിടെ ആ കനാൻ ദേശത്തേക്കുള്ള വഴി തുറക്കുവാൻ ഒരു ജെറിക്കോവിൽ ആ മതിൽ, ആ വാൾ ഇടിച്ചിടണമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് നിത്യത വരെ പോകുവാനായിട്ടുള്ള ഒരു വഴി തുറക്കുവാനായിട്ട് not the wall but a body was broken. Hallelujah. ഇന്ന് പാടിയപ്പോൾ പറഞ്ഞു അല്ലേ, നമ്മൾ പാടി, എന്താ പാടിയത്? ആ പാടിയല്ല, മീനു പറഞ്ഞതാണ്. സ്തോത്രം. അവൻ യാഗമായപ്പോൾ ആ തിരശ്ശീല നമുക്ക് വേണ്ടി തുറന്നു. He opened the way. He opened the way for us. Hallelujah. And it's not a wall but a body. സ്തോത്രം. Hallelujah. Amen. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അവിടെ അവർക്ക് അതെന്നും ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ ആയിരുന്നു. എന്ത്? ആ വാൾ ബ്രോക്കൺ ആയത്. മുന്നോട്ട് അവർ ഓർത്തു, എനിക്ക് ഐ ഷുഡ് ഹാവ് ഫെയ്ത്ത് ആൻഡ് വി മസ്റ്റ് ഹാവ് ദ ഒബീഡിയൻസ് ആൻഡ് വി നീഡ് ടു ഹാവ് ദ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ഓൺ ഗാഡ് ബിക്കോസ് ദ ബാറ്റിൽ ബിലോങ്സ് ടു ഹിം. ഹല്ലേലൂയ. ആൻഡ് നോട്ട് അവേഴ്സ്. അവർക്കൊരു കോൺസ്റ്റന്റ് റിമൈൻഡർ ഉണ്ടായിരുന്നു. നമ്മൾ 11 വർഷം നമ്മെ ദൈവം ജയത്തോടെ നടത്തി. നമ്മൾ 12ലേക്ക് പ്രവേശിക്കുകയാണ്. എവറി ടൈം ലെറ്റ് us think further. നമുക്ക് കൂടുതൽ ചിന്തിക്കാം. മുന്നോട്ട് പോകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവർക്ക് ആ യെരിഹോവിൽ വെച്ച് നടന്ന ആ സംഭവം അവർക്കതൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. അവിടെ രാജാവുള്ളപ്പോഴും മൈറ്റി വാരിയേഴ്സ് ഉള്ളപ്പോഴും ദൈവം പറയുകയാണ്, ഇറ്റ് ഈസ് യുവേഴ്സ്. ആൻഡ് ബൈ ഫെയ്ത്ത്, ബൈ ഒബീഡിയൻസ്, ബൈ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് they received it. അവർക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. സ്തോത്രം. എന്നാൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഒരു മതിലല്ല. ഇറ്റ് വാസ് എ ബോഡി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. ലോകത്തിന് മുഴുവനും വേണ്ടി നിത്യത വരെയുള്ള വഴി തുറക്കുവാനായിട്ട് നമുക്ക് വേണ്ടി തുറന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ it has to be the constant reminder for us. A constant reminder. 2000 years ago, a body was broken at Calvary.
ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവിടെ ആ കാൽവരിയിൽ അല്ലെങ്കിൽ ജെറിക്കോയിൽ അവർ ആ മതിൽ വീഴണമെങ്കിൽ അവർക്ക് ചിലത് ചെയ്യണമായിരുന്നു. സ്തോത്രം. എന്താണ് പറയുന്നത്? അവിടെ there must be an action to break the wall. അവിടെ അവർ ചിലത് ചെയ്യണമായിരുന്നു, അവർ ഒബേ ചെയ്യണമായിരുന്നു, അവർ സീക്വൻസ് ആയിട്ട് നടക്കണമായിരുന്നു, കാഹളം ഊതണമായിരുന്നു, അവർ ഷൗട്ട് ചെയ്യണമായിരുന്നു in order to break the wall. ആമേൻ. എന്നാൽ here the body is already broken. Amen. Here the body is already broken. We no need to do anything to break the body. It is already broken. Hallelujah. So what then we shall do? നമ്മൾ ചെയ്യേണ്ടത്, we need to have that integrity because the wall is already broken. ഇവിടെ നമ്മൾ കാണുന്നത് എന്തെങ്കിലും നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധി മാറാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് തകർത്ത ആ യേശുവിലുള്ള വിശ്വാസത്താൽ അവനോട് പറ്റിച്ചേർന്ന് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. യോശുവയോട് പറഞ്ഞു, ആ ദേശം നിനക്ക് തന്നിരിക്കുന്നു. അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് പറയുകയാണ്, നമ്മോട് പറയുകയാണ്, ഇറ്റ് ഈസ് യുവേഴ്സ്, കംപ്ലീറ്റ്ലി യുവേഴ്സ്. യു നോ നീഡ് ടു ഹാവ് എനി ആക്ഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വേ ഓപ്പൺ. പക്ഷെ എന്ത് ചെയ്യണം? ഇപ്പോൾ അവൻ നമ്മളോട് ചോദിക്കുന്നത് ദ ഇന്റഗ്രിറ്റി. തന്നു കഴിഞ്ഞു. ഇറ്റ്സ് അവർ ചോയ്സ്. ഇറ്റ് ഈസ് അവർ ചോയ്സ്. ഇറ്റ് ഈസ് അപ് ടു അസ് ഹൗ വെൽ കണക്റ്റഡ് ദാറ്റ് വി നീഡ് ടു ബി വിത്ത് ഗാഡ്. ദാറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഓടും, അല്ലേ? അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് still it is not in their hands and they need to walk around the wall. But God has done much better for us. അവിടെ ജെറിക്കോയിൽ ആ മതിൽ അവർക്ക് ദൈവത്തിൻ്റെ പ്രോമിസിൻ്റെയും അവൻ്റെ ശക്തിയുടെയും ഒരു ഓർമ്മയായിട്ട് എന്നും നിന്നെങ്കിൽ, കാൽവരിയിൽ നമ്മൾ കണ്ടത്, സ്തോത്രം, അത് അവിടെ ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി അവിടെ നാം കണ്ടത് ദൈവ സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേഴ്സിയാണ്. സ്തോത്രം. ആ യെരിഹോവിലെ മതിൽ തകരപ്പെടുവാൻ അവർ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. എന്നാൽ ആ കാൽവരിയിൽ ആ ശരീരം തകർക്കപ്പെടുവാൻ നമ്മൾ നേരെ തിരിച്ചാ ചെയ്തത്. നമ്മുടെ അതിക്രമങ്ങൾ കാരണം കൊണ്ട്, നമ്മുടെ കുറവ് കാരണം കൊണ്ടാ ആ ശരീരം തകർക്കപ്പെട്ടത്. ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഹല്ലേലൂയ. കാരണം അവിടെ ദൈവത്തിന്റെ ശക്തിയും പ്രോമിസും മാത്രമല്ല വെളിപ്പെട്ടത്, അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടു. സ്തോത്രം. നാം തെറ്റ് ചെയ്തെടുത്ത് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. നാം ശത്രുക്കളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. The body was broken. അതുകൊണ്ട് യെരിഹോവിൽ ആ മതിൽ തകർന്ന ആ സംഭവം അവരെപ്പോഴും ദൈവത്തിന്റെ ശക്തിയെയും അവന്റെ പ്രോമിസിനെയും കാണിച്ചപ്പോഴാണ് കാൽവരിയിലെ തകർക്കപ്പെട്ട ശരീരം നമുക്ക് പുത്തൻ വഴി നിത്യത വരെ തുറന്നു തന്ന ആ തകർക്കപ്പെട്ട ശരീരം വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്. എന്നാൽ അതിനപ്പുറമായി ദൈവ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ കരുണയുണ്ട്, അവൻ്റെ കൃപയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇനി നീ ചുറ്റി നടക്കുക എന്നുള്ളതല്ല, നീ ഷൗട്ട് ചെയ്യുക എന്നുള്ളതല്ല, നിന്റെ സീക്വൻസ് അല്ല. ബട്ട് you need the integrity. Nobody is there to question.
but it is the relationship between you and God. ദൈവത്തിന് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അവന് വേണ്ടത്. അതുകൊണ്ട് അവൻ ഇത് സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതം തങ്ങളോട് കാണിച്ച ദൈവത്തിൻ്റെ പ്രോമിസിനും അതുപോലെ തന്നെ അവൻ്റെ ശക്തിക്കും ഒത്തതായിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം as we go forth, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഹല്ലേലൂയ അത് അവനുമായുള്ള ആഴമേറിയ ബന്ധത്തിലാകട്ടെ. There is no wall that is too high for us. If that has happened, the victory has happened to, hallelujah, the people of Israel in the Old Testament. Definitely the body is broken for us. Anything against us will not stand. No enemy is strong in front of us. We must believe. If they could believe that, how much more we should believe and conquer the land. Hallelujah. The call for us is to have that integrity. ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവഭക്തിയെ മുറുകെ പിടിച്ചു എന്നാണ്. ഹല്ലേലൂയ. ദൈവഭക്തിയെ മുറുകെ പിടിച്ചു. അവന് സംഭവിച്ച വിഷയങ്ങളോ കാര്യങ്ങളോ അവനെ അലട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. It didn't put him down. He always was in the integrity. He was holding the integrity towards God. അത് ദൈവത്തിനറിയാം. ദൈവം ചാലഞ്ച് ചെയ്യുകയാണ് സാത്താനോട്. ഹല്ലേലൂയ. സാത്താൻ പറയുന്നു, വെറുതെയാണോ അവൻ നിന്നോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ആവശ്യം ദൈവത്തോടുള്ള ഭക്തിയാണ്. അല്ലാണ്ട് നമുക്ക് വേണ്ടത് അവൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുന്നു. നോ, he just wants you to have a closer relationship with him. മുന്നോട്ട് പോകുവാൻ നമ്മൾ ചിന്തിച്ചു നമുക്ക് നല്ല എന്താ പറയുക ദൈവത്തിൻ്റെ വലിയ ശക്തി വേണം. യെസ്, അതെല്ലാം ഉണ്ട്. അതൊക്കെ ദൈവം തന്നാലും തന്നില്ലെങ്കിലും ഹല്ലേലൂയ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം. ഞാനും നിങ്ങളും ചർച്ചിലായിരിക്കുന്നത് not because we can get something. No, because it's already broken. The body is already broken. ദൈവം മുന്നിലുള്ള എത്ര വലുതെന്ന് തോന്നുന്ന പ്രയാസത്തെയും തകർക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയത് the integrity with God. ദൈവത്തോടുള്ള ആ സമത്വം, ദൈവത്തോടുള്ള ഭക്തിയെ നാം എന്തു ചെയ്യണം? മുറുകെ പിടിക്കണം. സാത്താൻ പറഞ്ഞു, വെറുതെയാണോ ഇയ്യോബ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ബിക്കോസ് എന്താ പറയുക, you put boundaries, you put everything in a safe zone for him. So then God told, no, you can do whatever you want, but don't touch his body. അതിന് പറഞ്ഞിരിക്കുന്നു, എങ്കിലും അവൻ്റെ ഭക്തി അവൻ മുറുകെ പിടിച്ചു. Hallelujah. Then after that again he went back. Say, oh no, because his body is so good, no problem. Only his property has got issues. എന്നാലേ ദൈവം പറഞ്ഞു, നോ, അവൻ്റെ ഭക്തിയെക്കുറിച്ച് എനിക്കറിയാം. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം അത് പറയട്ടെ. ഇവൻ അന്ന് കാൽവരിയിൽ യാഗമായിട്ടില്ല. ദൈവത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് കേട്ടത് മാത്രമേ യോബിന് അറിയത്തുള്ളായിരിക്കും. എന്നാലേ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ കാഴ്ചപ്പാട് വേണം. The body was already broken for us. That intending that we will be so close to God, we will be living our life for him. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തോടുള്ള ഭക്തിയെ നാം മുറുകെ പിടിക്കുക. വീണ്ടും അവൻ്റെ ശരീരം മുഴുവനും പഴുത്ത് ഹല്ലേലൂയ ലാസ്റ്റ് മോമെന്റ് വന്നു. പിശാച് അവസാനത്തെ ഒരു ട്രിക്കും കൂടെ ഉപയോഗിച്ചു. എന്തായിരുന്നു? തൻ്റെ ഭാര്യയെ വിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ആ പറഞ്ഞ കാര്യം എന്താണ്? പറഞ്ഞ കാര്യം, ഹി ഈസ് ഹോൾഡിങ് ഓൺ ടു ഹിസ് ഇൻറ്റഗ്രിറ്റി. ഭാര്യ വന്ന് പറയുകയാണ്, നീ ഈ ഇൻറ്റഗ്രിറ്റി ഒന്ന് മാറ്റിവെച്ച് ചത്തുകൂടെ? ദൈവത്തോടുള്ള ഭക്തിയെ നീ മുറുകെ പിടിച്ച് നിൽക്കുന്നുവോ? മാറ്റിവെച്ച് നിനക്ക് മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു.
Hallelujah. But Job knows what the relationship between him and God. And that is the relationship God wants from each one of us. Because he already paid the price completely, fully. അതുകൊണ്ട് നമ്മൾ അടുത്ത മുന്നോട്ട് കുതിക്കുകയാണ്. We may see obstacles, അല്ലെങ്കിൽ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, impossibilities. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടത്, ഒരു മതിൽ തകർന്നു എന്നത് അവർക്ക് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആ സ്തോത്രം വാഗ്ദത്വവും അത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം അവർക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്കിൽ, അത് അപ്രകാരം സംഭവിച്ചു എങ്കിൽ, ഞാനും നിങ്ങളും ആഴത്തിൽ ശക്തിയോടെ മുന്നേറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. കാരണം നമ്മൾ കാൽവരിയിൽ കണ്ടത് വെറും ദൈവശക്തിയല്ല, വെറും പ്രോമിസ് അല്ല, മറിച്ച് ആഴമേറിയ ദൈവസ്നേഹമാ ഞാനും നിങ്ങളും കണ്ടത്. മാത്രവുമല്ല, നമ്മൾ തെറ്റ് ചെയ്തിടത്ത്, ദോഷികളായിരുന്നിടത്ത്, കൊള്ളരുതാത്തവർ ആയിരുന്നിടത്ത്, ഹല്ലേലൂയ, അവൻ്റെ കരുണ, ഹല്ലേലൂയ, അവൻ്റെ കരുണ, ദയ നമ്മൾ കണ്ടതാണ്. സ്തോത്രം. നമ്മൾ അർഹിക്കാത്ത ആ നന്മകൾ നൽകി അവൻ്റെ ഗ്രേസ്, അവൻ്റെ കൃപ നമ്മൾ കണ്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, സ്തോത്രം, ഇസ്രായേൽ മക്കൾ പോയതുപോലെയല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് പ്രാഗൽഭ്യത്തോടെ ഞാനും നിങ്ങളും മുന്നേറണം, ദൈവഭക്തിയോടെ മുന്നേറണം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. അവൻ ഹല്ലേലൂയ ഒരു നല്ല പുത്തൻ വഴി തൻ്റെ ദേഹമാകുന്ന തിരുശീലയിലൂടെ അവൻ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. ആ വഴിയിലൂടെ നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. ഓൾറെഡി ദ ബോഡി ഈസ് ബ്രോക്കൺ. വി ജസ്റ്റ് നീഡ് ടു go with God, a closer walk with him. സ്തോത്രം. ഞാൻ എന്നെയും നമ്മെ ഓരോരുത്തരെയും എൻകറേജ് ചെയ്യുകയാണ്. അന്ന് അവർക്ക് അതൊരു എൻകറേജ്മെന്റ് ആയിരുന്നു എങ്കിൽ, യോശുവയ്ക്ക് അവൻ നടന്ന് ക്ഷീണിച്ചതാ. സ്തോത്രം. 40 വർഷം നടന്ന് ക്ഷീണിച്ചതാ. പക്ഷേ അവൻ വളരെ ധൈര്യത്തോടെ അത് ഏറ്റെടുത്ത് മുന്നേറിയെങ്കിൽ, പറഞ്ഞതുപോലെ ചെയ്തെങ്കിൽ, ഇന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവഭക്തിയോടെ അവനും അവളും എന്ത് പറയുമെന്ന് നോക്കിയിട്ടല്ല, ദൈവഭക്തിയോടെ നമുക്ക് ദൈവത്തെ പിൻപറ്റാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരു പാട്ടുപാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. The body is broken for us. Amen. Not the wall, but the body. Amen. Hallelujah. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah. He deserve our hallelujah praises. He deserve our lives. And not only that, a closer walk with him. Amen. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.